ഹായ്. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കുടജാദ്രിയൊക്കെ പോയിട്ട് വന്നു. അതിൻ്റെ ക്ഷീണമൊക്കെ മാറി. ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് അത്രയും റൂമിലിരുന്നില്ല. ജസ്റ്റ് പോയി ഫ്രഷായിട്ട് വീണ്ടും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല, അകത്തോട്ട് പോയിട്ട് വരാം. ഡേ ഇൻ മൈ ലൈഫ് അപ്പ ആൻഡ് അമ്മുവിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അമ്മു കളക്ട് ചെയ്ത ക്യാഷ് അത് ഏകദേശം 3000 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു 1000 സംതിങ് റുപ്പീസ് നമ്മളിവിടെ മൂകാംബിക അമ്മ ദേവിക്ക് ഇവിടെ അന്നദാനത്തിന് വേണ്ടി അമ്മ കൊടുക്കും. 850 സംതിങ് ഓളം ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അത് 1000 ആക്കി അമ്മ കൊടുക്കുകയാണ്. അമ്മു രക്ഷയില്ല. അവളോട് കൊടുക്കാം. ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രസാദം കഷായമാണ്. ആ കഷായം മേടിക്കാൻ വേണ്ടിയിട്ട് മീനും അമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ടേ. ഞാൻ അമ്മ അവിടെ പോയി ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയാൽ ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്.
നമ്മളിപ്പോൾ കണ്ടത് ശിവേലിയാണ്. അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊണ്ടെന്ന് മാത്രമേ തൃപ്തിയായിരുന്നു. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കഷായം ആണ് കേട്ടോ. അപ്പം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കുവാണ് അല്ലേ? നീണ്ട ക്യൂ ആണ്. നമ്മൾ രാത്രിയുള്ള അന്നദാനം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ടൈം 9:30 മണി വരെയാണ്. 7:30 മണി മുതൽ 9:30 മണി വരെയാണ് അന്നദാനം. എടുത്തിട്ട് പോകണം. അന്നദാനം കഴിക്കാനുള്ള ഭാഗ്യവും കിട്ടി. വേറെ ഒന്നുമില്ല, ഒരു സാമ്പാറും ചോറും, അത്രയാണ്. ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റാണ്. ഇച്ചിരി മധുരവും ഇച്ചിരി പുളിയും ഒക്കെയാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അന്നദാനം. പക്ഷെ ഡൈനിങ് ഹാളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൺഫ്യൂഷൻ ആയിപ്പോയി. നേരത്തെ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ പുതിയൊരു ഹാൾ ഇപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോഴല്ല, കുറേ നാളായി നമ്മൾ വന്നിട്ട്, കുറേ നാളല്ലേ ആയല്ലോ. അപ്പോൾ താഴെയല്ല, മുകളിൽ ആണ്. അപ്പോൾ എന്തായാലും സന്തോഷം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. വളരെ നല്ലതായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാനും വന്ന് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. എന്തായാലും നാളെ നമ്മൾ ഉടുപ്പിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ ഉടുപ്പിയും അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ രാവിലെ കവർ ചെയ്ത് വൈകിട്ട് നമ്മുടെ ട്രെയിനിൽ കയറി ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ള പ്ലാനാണ്. എനിവേ എന്തായാലും വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.